10 വെറൈറ്റി അഡീനിയം ഒരു ചെടിയിൽ, അതായത് 10 നിറത്തിലുള്ള അഡീനിയം കളക്ട് ചെയ്ത് ഒരു ചെടിയിൽ ഒട്ടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കിന്നൊന്ന് കാണാം. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ലോക്ക്ഡൗൺ ആണ്, അന്നേരം ഇരുന്ന് ചെയ്യാനായിട്ട് ഒരു വലിയ മദർ പ്ലാന്റ് 10 വെറൈറ്റി വരെ ഇപ്പം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ 25, 30, 40 വെറൈറ്റി ശിഖരം, അതായത് 40 ശിഖരം ഉള്ള ഒരു പ്ലാന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെ നമുക്ക് 15 വെറൈറ്റി, 20 വെറൈറ്റി, 30 വെറൈറ്റി വരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതാണ്ട് ഇത് ബ്ലാക്ക് ബെല്ലി വെറൈറ്റി, അതേപോലെ തന്നെ പാത്തുമ, ഡാർക്ക് യെല്ലോ, അതേപോലെ തന്നെ വൈറ്റ്, പല വെറൈറ്റി ഇപ്പോൾ കണ്ടു. അതാണ്ട് ഇത് അടുത്തൊരു വെറൈറ്റി. ഇതിനെല്ലാം മണ്ട നമ്മൾ ആദ്യമേ പോയി സെലക്ട് ചെയ്യുക. ഇതെല്ലാം ലേബിൾഡ് പ്ലാന്റിനകത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതിന് കളേഴ്സ് മാറിപ്പോകാറില്ല. ഇത് ഈ വെറൈറ്റി, ഇതാണ്ട് ഡാർക്ക് വയലറ്റ്, ഇതെല്ലാം നമ്മളെടുത്തു. അതേപോലെ തന്നെ നല്ല ഒരു പ്ലാന്റ് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ലൊരു റൂട്ട് സ്റ്റോക്ക് വേണം. അങ്ങനെ നമ്മളൊരു റൂട്ട് സ്റ്റോക്ക് പ്ലാന്റ് എടുത്തിട്ടുണ്ട്. നല്ല ബ്രാഞ്ചുണ്ട്, 10-12 ബ്രാഞ്ച് ഞാനത് കണ്ടു. നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷമായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഓരോ റൂട്ട് സ്റ്റോക്കും അതിൻ്റെ കനത്തിലുള്ള സയോണിന് സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് റൂട്ട് സ്റ്റോക്കിൻ്റെ ഉള്ളിലോട്ട് പിച്ചാത്തി കയറ്റി നല്ലപോലെ കട്ട് ചെയ്തതിന് ശേഷം ദാണ്ടെ ഉള്ളിലോട്ട് സയോൺ, അതായത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1-ാം ഭാഗം പ്ലാന്റ് എടുത്തു അതിനകത്ത് വെച്ച് ടൈറ്റ് ചെയ്ത് കെട്ടാൻ പോവുകയാണ്. കണ്ടില്ലേ, ഒന്നുകൂടെ നമ്മളതൊന്ന് ചീവി മിനുക്കി അതിനുശേഷം അകത്തോട്ട് ദാണ്ടെ കയറ്റി വെച്ചു. ക്ലോസപ്പിൽ കാണിച്ചു തരും. ദാണ്ടെ ഇതേപോലെ കയറ്റി വെച്ചതിന് ശേഷം ഒരു നല്ലൊരു പ്ലാസ്റ്റിക് വള്ളിയോ ടേപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് വെള്ളം വീഴാതെ നല്ല ടൈറ്റായിട്ട്, ഒരു തുള്ളി വെള്ളം വീഴാതെ ടൈറ്റാക്കി കെട്ടി നിർത്തുക എന്നുള്ളതാണ്. ഏകദേശം ഇതേപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടി വയ്ക്കാൻ ശ്രമിക്കുക. എന്നുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തൊരു കറയുണ്ട്, അത് ചെറിയ ടോക്സിസിറ്റി ഉള്ള സാധനമാണ്. അതിനെ കുട്ടികളുടെ വായിലോട്ടൊന്നും പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഭയങ്കര കറയാണ്, കൈപ്പ് നാക്കിലൊക്കെ വെച്ച് നോക്കിയാൽ അറിയാം. ഇച്ചിരി ടോക്സിസിറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. സോ നല്ല വൃത്തിയാവണം. വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൈ കഴുകാനായിട്ട് ശ്രമിക്കണം ഇത് ചെയ്തതിന് ശേഷം. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്ലാന്റ് കട്ട് ചെയ്തു, അകത്തോട്ട് കട്ട് ചെയ്ത് അത് നല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതിനകത്ത് നമ്മൾ എത്രത്തോളം കട്ട് ചെയ്തിട്ടുണ്ടോ അത്രത്തോളം തന്നെ ഉള്ളിലോട്ട് ഇറങ്ങിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതനുസരിച്ചുള്ള ഒരു നല്ല ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കണ്ടില്ലേ നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും കാണിക്കുന്നത്. 2-ാമത്തെ വെറൈറ്റി ഒട്ടിക്കുന്നു. 2-ാമത്തെ പ്ലാന്റാണിത്. അത് നല്ല വൃത്തിയാവണം. ടൈറ്റാക്കി മാക്സിമം എത്രത്തോളം ടൈറ്റാക്കാൻ പറ്റുമോ ഒടിച്ച് കളയരുത്, പതുക്കെ ഒട്ടിച്ചെടുക്കുക. ഇനി അടുത്തൊരു പ്ലാന്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പതുക്കെ ഇലകൾ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഫ്ലവർ നിപ്പുണ്ട്. കളർ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച വെറൈറ്റിയിൽ ടോപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വീണ്ടും ആ കറ വരാൻ വേണ്ടിയിട്ടാണ്. നല്ല വൃത്തിയാവണ്ണം കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല നല്ല കറയാണിത്, അന്നേരം കയ്യിലൊക്കെ ഒട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അന്നേരം ഓരോ ട്രിപ്പും ചെയ്തതിന് ശേഷമായിട്ട് നമ്മൾ പേപ്പറിനകത്ത് കാണുമെന്ന് തുടച്ച് കഴിഞ്ഞാൽ മാറിക്കിട്ടും. അതിന് പറ്റുന്ന ഒരു റൂട്ട് സ്റ്റോക്ക് ഒരു ഭാഗം കട്ട് ചെയ്ത് ഉള്ളിലോട്ട് പതുക്കെ കയറണം, കൈയൊന്നും കീറരുത്. അതവിടെ വെച്ചു. അതിനുശേഷം പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഒട്ടിക്കാവോ അത്രത്തോളം നല്ലത്. കണ്ടോ, ഉള്ളിലോട്ട് കയറ്റി അതിനകത്തോട്ട് നിർത്തിയതിന് ശേഷം കുറച്ചും കൂടെ അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. പിന്നെ ഇത്രയും വേണമെങ്കിലും വെക്കാം, കുഴപ്പമില്ല. അത് നല്ല ടൈറ്റാക്കി ഒട്ടിക്കുക. എത്രത്തോളം ഉള്ളിലോട്ടിരിക്കുന്നോ അത്രത്തോളം നല്ലത്. അങ്ങനെ ഉള്ളിലോട്ട് എത്രത്തോളം നല്ല ടൈറ്റായിട്ട് വേണം കിട്ടാനായിട്ട്. നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് വീഡിയോ ഇത്രയും ലെങ്തിൽ എടുത്തേക്കുന്നത്. അതായത് അവസാനം ഇതിൻ്റെ പ്ലാന്റ് എങ്ങനെയാണ് വരുന്നതെന്നും അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്ന നെഗറ്റീവ് എന്താക്കുന്നൊക്കെ അന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അന്നേരം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലാതായി പോവും. അതുകൊണ്ട് 2 സൈഡും നന്നായിട്ട് കട്ട് ചെയ്തു. ഇപ്പോൾ 4 വെറൈറ്റി ഉള്ളിലോട്ട് കട്ട് ചെയ്ത് എത്രത്തോളം ഉള്ളിലോട്ട് വയ്ക്കുന്നോ അത്രത്തോളം നല്ലത്. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വീഴാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ മോൾ ഭാഗത്ത് ഇച്ചിരി ഇൻഡോഫിലും കാണാൻ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇൻഡോഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫംഗിസൈഡായിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഒരു കാരണവശാലും ഒന്നാമതേ അഡീനിയം എന്ന് പറയുന്ന ഡെസേർട്ട് റോസ് എന്നാണ് അറിയപ്പെടുന്നത്. വെള്ളം ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല. നല്ല ടൈറ്റാക്കി കെട്ടാനായിട്ട് ശ്രമിക്കുകയും വേണം ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. കേട്ടില്ലേ?
4 വെറൈറ്റി. അതാണ്ട് അടുത്ത വെറൈറ്റി ഡാർക്ക് റെഡാണ് കേട്ടോ. അതിനെ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഒരുപാട് ബ്രാഞ്ച് വരാൻ വേണ്ടിയിട്ടും ക്ലോറോഫിൽ പിഗ്മെൻറ്റേഷൻ ഫുഡ് പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ചെറുതായിട്ട് കുറച്ച് ഭാഗം ഇലയുടെ ഒരു ചെറിയ പോർഷൻ അവിടെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. എല്ലാം ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഇതിനും പുതിയതായിട്ട് ഉള്ള ഒരു ടിപ്പാണിത്. അതിന് ഏതാണ്ട് ലൈറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തു. ഒരു വെറൈറ്റി കൂടെ ഒട്ടിക്കായിരുന്നു, പക്ഷേ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒന്നുകൂടെ കട്ട് ചെയ്തു. അല്ലെങ്കിൽ 11 വെറൈറ്റി ഒട്ടിക്കായിരുന്നു. ഇതിപ്പോൾ നമുക്ക് 10 വെറൈറ്റി ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഒരു വെറൈറ്റിയും കൂടെ ഒട്ടിക്കാൻ പറ്റുമായിരുന്നു. പോട്ടെ, 10 വെറൈറ്റി നമ്മൾ പറഞ്ഞുകൊണ്ട് 10 വെറൈറ്റി നമുക്ക് ഒട്ടിക്കാം. അകത്തോട്ട് താണ്ടെ ഇതേപോലെ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കുക. അടുത്ത വെറൈറ്റി 5ാമത്തെ വെറൈറ്റി ടൈറ്റ് ചെയ്ത് മാക്സിമം ടൈറ്റ് ചെയ്ത് കൊണ്ടുവരിക. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് കറയുള്ളതായതുകൊണ്ടും കയ്യിൽ ഒട്ടാനായിട്ട് സാധിക്കുന്നത് കൊണ്ടും നമ്മൾ ശ്രദ്ധിക്കണം, ഒടിഞ്ഞു പോവാതെ. നമ്മൾ ഇത്രയും ചെയ്തിട്ട് അത് ഒടിഞ്ഞു പോകരുത്. കണ്ടില്ലേ, അതിന് വെള്ളവും വീഴത്തിലധികം. അതേപോലെ അടുത്ത പ്ലാന്റ് ഒരു മഞ്ഞ വെറൈറ്റിയാണ് ഈ കാണുന്നത്. മഞ്ഞയുടെ ഡാർക്ക് ഗോൾഡൻ ഡ്രാഗൺ എന്നൊക്കെ പറയുന്ന നല്ല വെറൈറ്റികളാണ്. അതിൻ്റെ ഒരു പ്ലാന്റ് ഇപ്പം തൈ ഇപ്പം കിട്ടാൻ പാടാണ്, മഴയല്ലേ. മഴയാകുമ്പോഴത്തേക്ക് സീഡ്ലിങ് പോലും കിട്ടാനില്ല ഒന്നാമത്. ആ സമയങ്ങളിൽ നമുക്ക് ഇതേപോലെ വീട്ടിൽ എന്തായാലും എല്ലാവരുടെയും വീട്ടിൽ വലിയ പ്ലാന്റുകൾ കാണാതിരിക്കത്തില്ല. അങ്ങനെയുള്ള പ്ലാന്റുകളെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊരു രസമല്ലേ. എന്തായാലും 10 വെറൈറ്റി ഒരുമിച്ച് ഉണ്ടാക്കി ഒരു ചെടിയിൽ പൂത്ത് കിടക്കുക എന്ന് പറഞ്ഞറിയിക്കുന്നതിലും അധികമായിട്ടുള്ള ഒരു സന്തോഷം നമുക്കതിനകത്ത് കിട്ടും. തന്നെ കണ്ടില്ല, മാക്സിമം ശ്രദ്ധിച്ച് നോക്കി അത് എത്രമാത്രം ടൈറ്റായിട്ട് ഒട്ടി വരുമ്പം എങ്ങനെ ഇരിക്കും എന്ന് അല്ലേ. നമ്മൾ ആദ്യമേ ഒരു ഫോട്ടോ കാണിച്ചതുപോലെ വരും എന്നുള്ളതിന് കാര്യത്തിന് 100% ഉറപ്പ്. അതിനുശേഷം നമ്മൾ മണ്ടകളൊന്ന് പ്രൂൺ ചെയ്ത് ഈ കിളിച്ചതിന് ശേഷം ഇത് ഇളക്കി വിടണം. അത് ഇളക്കി വിടുന്നതൊക്കെ ഞങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അടുത്ത വെറൈറ്റി കണ്ടില്ലേ, അത് പതുക്കെ കട്ട് ചെയ്ത് കളയുക. അതിൻ്റെ ടോപ്പ് മാത്രം ചെറുതായിട്ടൊരു ഇച്ചിരി പോർഷൻ നിർത്തിയേക്കുക. ആ മിക്സഡ് കളറാണ്. മിക്സഡ് കളർ ടൈറ്റ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം 2 സൈഡിലും നല്ല വൃത്തിയാവണം കട്ട് ചെയ്തെടുക്കുക. നല്ല കട്ടിങ് കണ്ട, അത് കറ കാരണം ഒട്ടുന്നതാണ്, പെട്ടെന്ന് അത് കിട്ടിയെന്ന് വരത്തില്ല. ഇങ്ങനെ എടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഒരു ശിഖരം, അതിനോട് വയ്ക്കാൻ പറ്റുന്ന ഒരു ശിഖരം നല്ലപോലെ നോക്കുക. അത് നല്ലപോലെ ഉള്ളിലോട്ട് കട്ട് ചെയ്യുക. ഏകദേശം ഒരു 1.5 ഇഞ്ചൊക്കെ ഉള്ളിലോട്ടിരുന്നാൽ നല്ലതാണ്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് ഉള്ളിലോട്ട് കയറിയിരിപ്പുണ്ട്. അതിന് ശേഷമായിട്ട് നമുക്ക് അതിനെ ഒട്ടിക്കാം. കണ്ടില്ലേ, അങ്ങനെ 8 വെറൈറ്റിയായി. അങ്ങനെ 9 വെറൈറ്റി ആക്കാം, 10 വെറൈറ്റി ആക്കാം. 10 വെറൈറ്റി വരെ നമ്മൾ ഈ ചെടിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ 10, 20, 30, 40 വെറൈറ്റി ചുമ്മാ ഇരിക്കുമല്ലോ. എന്തായാലും ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരു ചെറിയ വിനോദം പോലെ ഒരു ചെടിയെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് പേര് ചെയ്ത് വിജയിച്ചവർ കാണും, വിജയിക്കാത്തവർ കാണും. നിരന്തരമായി ചെയ്യുക, നിരന്തരമായി ചെയ്ത് അത് പഠിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുക. അതാണ് ഏറ്റവും വലിയ. ഇപ്പോൾ എല്ലാവരും ഇത് കണ്ടില്ലേ, വെള്ള അടുക്കാണ്. വെള്ള അടുക്കിൻ്റെ ആ ഒരു പ്ലാന്റ് തന്നെ മുട്ടോട് കൂടിയാണ് ഞാനത് വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇതേപോലെ ചെയ്ത് ടൈറ്റ് ചെയ്ത് എത്രത്തോളം വെട്ടിയിടാവോ അത്രത്തോളം നല്ലത്. ഇത് അടുത്തൊരു മിക്സഡ് വെറൈറ്റിയാണ്. അതേപോലെ വയലറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കളറുകൾ നമ്മൾ ഏകദേശം ഒരു 2 കൊല്ലം 3 കൊല്ലം മുമ്പ് കളക്ട് ചെയ്ത് വെച്ച പ്ലാന്റുകളാണിത്. അന്നേരം ഇതിന് വെള്ളം ഓവറായിട്ട് വേണ്ട. അറിയാമല്ലോ, അഡീനിയം വളർത്തുന്ന ഒരുപാട് ആളുകൾ കാണും. അന്നേരം വെള്ളം ഓവറായിട്ട് ഒഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പൂക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫോളിയാറായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് അഡീനിയത്തിൻ്റെ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് ഇതിനെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. എല്ലാ കളറും കൂടെ ഒരുമിച്ച് പൂത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു 4 കളറ് 5 കളറൊക്കെ ഒരുമിച്ച് പൂത്താൻ തന്നെ എന്തൊരു ഭംഗിയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ തന്നെ 10 വെറൈറ്റി നമുക്ക് ഒരുമിച്ച് മറ്റേതിനകത്തൊക്കെ ബഡ് വരുമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും കൂടെ നമുക്ക് ഒരുമിച്ച് പൂപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു വെറൈറ്റി എനിക്ക് പാത്തുമയാന്ന് തോന്നുന്നു. പാത്തുമയെന്ന് പറഞ്ഞാൽ മറ്റേ ആ പിങ്ക് കളറ്. ഓക്കെ, അതിനെ ഉള്ളിലോട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടെ ഒട്ടിക്കാം. അന്നേരം ഏകദേശം
നമ്മൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്നു. അടുത്തതായിട്ട് നമ്മളിത് ടൈറ്റ് ചെയ്ത് ഒട്ടിക്കുകയാണ്. ടൈറ്റ് ചെയ്ത് ഒട്ടിക്കാനായിട്ട് തന്നെ കണ്ടില്ല, ഗ്യാപ്പ് ഒരുപാട് ഗ്യാപ്പ് പാടില്ല, നന്നായിട്ട് അടുങ്ങി ഇരിക്കത്തക്ക രീതിയിൽ അത് ശ്രദ്ധിക്കണം. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. എത്രത്തോളം അടുത്ത് ടൈറ്റാക്കി കെട്ടുന്നോ അത്രത്തോളം ഇത് ഒട്ടാനായിട്ടുള്ള പേഴ്സൻറ്റേജ് കൂടുതലായിരിക്കും. എന്നെങ്കിൽ മാത്രമേ നമുക്കത് പ്രയോജനപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കൂ. കണ്ടില്ലേ, ഇപ്പോൾ എത്ര വെറൈറ്റി നമ്മൾ ഒട്ടിച്ചു. താണ്ട് ഇത് ഇത്രയും കട്ട് ചെയ്ത് നമ്മൾ വെറൈറ്റിയിൽ ഒട്ടിച്ചാണ്. അതിനുശേഷം താണ്ടെ ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞ ടിപ്പ്. താണ്ട് സൈഡിൽ നിന്നുള്ള ചെറിയത് അല്ലാതെ കിളിച്ച് വരുന്നതിനെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ എന്നിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കാർബൺ, അതായത് കരി എങ്ങാണൊന്ന് തേച്ച് കൊടുത്താൽ നല്ലത്. കരി അതിൻ്റെ റൂട്ട് ഷോക്കാണ് കിളിച്ച് വരുന്നത്. അന്നേരം ഇനി കുറച്ച് നാളത്തേക്ക് റൂട്ട് ഷോക്കിനെ കിളിച്ച് വിടാൻ അനുവദിക്കരുത്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ മുകളിൽ നമ്മളിപ്പം ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റുകൾ ഇതേപോലെ ഒട്ടിയെടുത്തോളൂ. താണ്ടെ ഇത് ചേർത്ത് ഒട്ടിയ പ്ലാന്റാണ്. താണ്ട് ഇതേപോലെ തന്നെ ഒട്ടിച്ച് ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതേപോലെ ഇതിനെ ഇളക്കി വിടണം. ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് അറിയണം. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. താണ്ട് ഇപ്പുറത്തെ സൈഡിൽ താണ്ടില്ലേ, അത് ഇഴുകി അങ്ങ് ചേർന്നു. ഇത് ഏകദേശം ഒരു 3.5 മാസം 4 മാസം കഴിഞ്ഞു. 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇഴുകി അങ്ങ് ചേർന്ന് താണ്ടി. അതില്ല, അത് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഓപ്ഷൻ. എന്നിട്ട് വേറെ നമുക്ക് കളിപ്പിക്കാം. നല്ല വെറൈറ്റിയാണ്. അടുത്തത് താണ്ട് ഇതേപോലെ ഇളക്കി വിടുക. ഇളക്കി വിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം കണ്ട കണക്ക് തന്നെ ഇത് ഉള്ളിലോട്ട് ആഴ്ന്നിറങ്ങിയതിന് ശേഷം അത് കട്ടായി പോകും. താണ്ട് അടുത്ത ഫ്ലവർ ചെയ്തു. കണ്ടില്ലേ, പൂ വന്നു. നമ്മൾ ഒട്ടിച്ച ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്തിയ പ്ലാന്റിന് പൂ വന്നതാണ് ഈ നിൽക്കുന്നത്. ഇത് അതിൻ്റെ സക്സസ് 100% വിജയം. കണ്ടില്ലേ, ആ പ്ലാന്റ് അത് എത്ര പ്ലാന്റ് ഒട്ടി എന്ന് നമുക്കിത് കാണാം. നന്നായിട്ട് ഒട്ടിയതിന് ശേഷം ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിനെ ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് ഒട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഇതേപോലെ ഒരു ചെടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. 5 വെറൈറ്റിയാണ് ഇതിനകത്ത്. ഒരു ചെടിയിൽ 5 വെറൈറ്റി സക്സസ് ആണ്. അത് കാരണമാണ് നമ്മൾ 10 വെറൈറ്റി ഉണ്ടാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.